വിദ്യ, ആ ACP പറഞ്ഞത് സത്യമാണോ വിദ്യ? രാഹുലിനെ നീയാണോ കൊന്നത്? ഞാൻ വിശ്വസിക്കില്ല. പോലീസ് വിശ്വസിച്ചിട്ടുണ്ട്. നീ വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. മണ്ടത്തരം വിളിച്ചു പറയില്ലേ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. ലോയറുമായിട്ട് സംസാരിച്ച് നിന്നെ ഞാൻ ബെയിലെടുക്കാം. ആദ്യം നീ ചെന്നിട്ട് പരിഭ്രമത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന് ആ ACPയോട് പറ. പറഞ്ഞ അതിനുശേഷമുള്ള എൻക്വയറിയിൽ നീയാണ് കൊന്നതെന്ന് മനസ്സിലാവും. കളക്ടർ ആവേണ്ട നീ ജയിലിൽ പോയി കിടക്കോ? ഞാൻ എങ്ങനെയാണ് കൊലയാളിയാവുന്നത്? രാഹുലിനെ കൊന്നത് നീ ആയതുകൊണ്ട്. രാഹുലിനെ ഞാൻ കൊന്നു? അതെ, രാഹുലിനെ കൊന്നിട്ട് നീ മതിൽ ചാടി പോയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത്? ഞാൻ മതിൽ ചാടി പോയെന്നോ? നിനക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട് വിദ്യേ. രാത്രി എനിക്കുണ്ടായ ദേഷ്യത്തിന് നീ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊന്നേനെ. നീ എന്നെ ചീത്ത പറഞ്ഞിട്ട് പുറത്തു പോകാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ രാഹുലിനെ ഞാൻ എങ്ങനെ കൊല്ലാനാണ് വിദ്യേ? അങ്ങനെയാണെങ്കിൽ രാഹുലിനെ കൊലപ്പെടുത്തിയത് നീയല്ലേ? അല്ല. എങ്കിൽ രാഹുലിനെ കൊന്നിട്ട് മതിൽ ചാടി രക്ഷപ്പെട്ടത് ആരായിരുന്നു? എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നിട്ടില്ല സർ. രണ്ടുപേരും ചേർന്ന് നാടകം കളിക്കാണോ? രാഹുലിനെ കൊന്നത് ഞാനാണെന്ന് കരുതി എന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവള് സ്വയം കുറ്റം ഏറ്റെടുത്തത്. ഷീസ് ഇന്നസെന്റ്. വേണമെങ്കിൽ ആ കൊലയാളിയെ കിട്ടുന്നത് വരെ എന്നെ കസ്റ്റഡിയിൽ എടുത്തോളൂ സർ. ആ കൊലയാളി ആരെന്ന് അറിയണമെങ്കിൽ ഇന്നലെ രാത്രി ഗണേഷ് പോയതിനു ശേഷം എന്താ സംഭവിച്ചെന്ന് പറ. കുറച്ചു കഴിഞ്ഞപ്പോ ഡോറിൽ മുട്ടുന്ന സൗണ്ട് നിന്നു. പേടിച്ചു വിറച്ച ഞാൻ പുറകിലത്തെ വാതിൽ വഴി പുറത്തേക്ക് വന്നു.
അവിടെ ഉണ്ടായിരുന്ന ബ്ലഡ് ഡ്രോപ്സിനെ ഫോളോ ചെയ്ത് പേടിച്ച് പേടിച്ച് ജനലിനടുത്തേക്ക് ചെന്നപ്പോൾ ആരോ ഒരാൾ മതിൽ ചാടി പോകുന്നത് ഞാൻ കണ്ടു. എന്നെ രക്ഷിക്കാനായി പുറത്തുപോയ ഗണേഷ് തിരിച്ചു വന്ന് രാഹുലിനെ കൊന്നിട്ട് മതിൽ ചാടി രക്ഷപ്പെട്ടു പോയെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ജീവിതം നേരത്തെ തന്നെ നശിച്ചുപോയി. ഗണേഷിന്റെ ഭാവിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. എന്റെ ഭർത്താവിനെ കൊന്നത് ഞാനാണെന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ രാഹുലിനെ കൊന്നത് ആരാ? പറയ്. ഇവിടുന്ന് രക്തം പുരണ്ട ഒരു കത്തി കിട്ടിയിട്ടുണ്ട് സാർ. ഉടൻ തന്നെ അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കണം. ഓക്കെ സാർ. പ്രകാശ് സാർ, ഇവർ രണ്ടുപേരുടെയും മാത്രമല്ല, എന്റെ റൂമിലുള്ള ആ പയ്യന്റെയും ആ പോലീസ് ഓഫീസറിന്റെയും എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സ് എടുത്തിരിക്കണം. ക്രൈം സ്പോട്ടിൽ നിന്ന് ഒരു കത്തി കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ഫിംഗർ പ്രിന്റ്സ് ഇവരിൽ ആർക്കാണ് മാച്ച് ആവുന്നത് നോക്കിയിട്ട് പറയണം. ഐ വാണ്ട് ദ റിപ്പോർട്ട്സ് ഇമ്മീഡിയറ്റ്ലി. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ സാർ. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സിനോട് ഇവരുടെ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ആവുന്നില്ല സാർ. കൂടാതെ ഞങ്ങളുടെ ബ്യൂറോയിൽ ഫർദർ കമ്പാരിസണും ചെയ്തു നോക്കി സാർ. Are you sure? യെസ് സാർ. Thank you, sir. വെൽക്കം സാർ. നിന്റെ ഭർത്താവ് ഇവനും വഴക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവനെന്നെ കൊല്ലാൻ പോകണത്രേ. ഡോർ ക്ലോസ് ചെയ്യും, ഡോർ ക്ലോസ് ചെയ്യും. വാ വാ, ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്യും. ആ രാഹുലിന്റെ കൂടെ മാനേജർ ദാസും ഉണ്ടായിരുന്നു. ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഞാനത് ശരിക്കും ശ്രദ്ധിച്ചില്ല സർ. ആ മാനേജർ ദാസിന്റെ നമ്പർ ഉണ്ടോ? ഉണ്ട് സർ. ഇതാ അവനെ വിളിക്കും. നോ ഡൗട്ട് അവൻ തന്നെ ആയിരിക്കണം. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സ് നിങ്ങൾ ആരുമായിട്ട് മാച്ച് ആവാത്തപ്പോ തീർച്ചയായിട്ടും ഈ കൊലപാതകം ആ മാനേജർ ദാസ് തന്നെ ചെയ്തിരിക്കണം. ഭാസ്കർ, സർ. പ്രകാശ്, ഇമീഡിയറ്റ്ലി ആ മാനേജർ ദാസിനെ അറസ്റ്റ് ചെയ്യേ. ഒരു കാരണവശാലും അവൻ എസ്കേപ്പ് ആവാൻ പാടില്ല. കം ഓൺ, ഗോ. ഉറങ്ങുവാണോ? അല്ല, എങ്ങനെ നിനക്ക് ഉറക്കം വരുന്നു? നിങ്ങളാരാ? ഞാൻ ആരാണ്, എന്റെ അഡ്രസ് എന്താണ്, അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഫാം ഹൗസ് ഡെഡ് ബോഡി കത്തിച്ചു കളയുന്നു. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്താ വേണ്ടത്? ഗുഡ്. ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വന്നു. എനിക്ക് എന്ത് വേണമെന്നും എവിടെ വരണമെന്നും ഞാൻ വീണ്ടും ഫോൺ ചെയ്ത് പറയാം. രാത്രി മുഴുവൻ നീ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ തലവേദനയാന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനും രാത്രി മുഴുവൻ എൻ്റെ വീട്ടിലെ ജനാലയ്ക്കരികിലിരുന്ന് നിന്നെക്കുറിച്ച് മാത്രം ഓർത്ത് നിന്റെ ഈ വീടിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു വിദ്യേ. അല്ല, പനിയൊക്കെ കുറഞ്ഞോ? ഓ, എനിക്ക് പകരുന്നുള്ള പേടിയായിരുന്നോ? മരുന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. ഇതെന്തൊരു നാണോ വിദ്യ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, എന്നെ യൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ഭാര്യ വിളിക്കണോ? കണ്ടില്ലേ, അവളെ എന്നെ വിളിക്കുന്നു. കട്ട് ചെയ്യണോ അതോ എടുക്കണോ? ഒന്ന് പോയി ഇവിടുന്ന്. തളരരുത്, തളരരുത്, പോ.
എങ്ങനെ ചെയ്തു? ഇങ്ങനത്തെ വൃത്തിയുടെ ചോദ്യം ഞാൻ ചോദിക്കില്ല. എനിക്ക് വേണ്ടത് കാശ. അത് എത്രയാണ്, എവിടെ കൊണ്ടുവരണമെന്ന് പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. നാണല്ലേ നിങ്ങക്ക്? സോറി. ഫോൺ എടുക്കാത്ത എന്താ മാഡം? ഇന്നലെ രാത്രി സാറ് ഫോൺ എൻ്റെ അടുത്ത് നിന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പക്ഷെ മാഡം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാ. നോക്ക് രാഹുൽ, നീ ചോദിക്കുന്ന അത്ര കാശ് തരുന്നത് നീ ചെയ്യുന്ന ആഡ്സ് കാരണം ഞങ്ങളുടെ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ടാ? 1 വീക്ക് സമയം ഞാൻ തരാം. ഐ വാണ്ട് മൈ ആഡ് ടു ബി ഡൺ വിത്ത് ദ ബെസ്റ്റ് മോഡൽ. അല്ലെങ്കിൽ നീ കാരണം ആഡ് ഡിലേ ആയതുകൊണ്ട് ഡാമേജസ് മുഴുവൻ നീ എനിക്ക് തരേണ്ടി വരും. You're looking gorgeous. എന്താണ് സ്പെഷ്യൽ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? എന്താ? നീ അച്ഛനാവും പോവാ രാഹുൽ. What? Really? Wow! What a great news! ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നോ? ഇല്ല, ഈ ഹാപ്പി ന്യൂസ് ആദ്യം നിന്നോടൊപ്പം ഷെയർ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാന്ന് കരുതി. What? വാ വാ, നീ വാ, പെട്ടെന്ന് വാ, വാ വാ വാ. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഞാൻ തന്നെ ഇന്നൊരു അമ്മയാവും പോകുന്നു ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. I can understand, Vidya. Thank you so much, doctor. Is everything okay? Sorry, Vidya. നിനക്കുണ്ടായിരിക്കുന്നത് നോർമൽ പ്രഗ്നൻസി അല്ല, ട്യൂബൽ പ്രഗ്നൻസി. യൂഷ്വലി ഫീറ്റൽസ് യൂട്രസിലാണ് ഫോം ആവുന്നത്. ബട്ട് ചില റെയർ കേസസിൽ ഫെലപ്പൻ ട്യൂബിലും പ്രഗ്നൻസി ഉണ്ടാവാൻ ഏറെ സാധ്യതയുണ്ട്. നിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. വൺസ് ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടായാൽ ലൈഫ് റിസ്ക് ആണ്. ബെറ്റർ ടു റിമൂവ് ഇറ്റ് ഇമീഡിയറ്റ്ലി. ഈ കണ്ടീഷൻ കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മാത്രമല്ല നിനക്കും അത് ആപത്താണ്. ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ട് പറയുക, എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. വിദ്യ കൺട്രോൾ. ഡോക്ടർ, എനിക്ക് വിദ്യയാണ് ഇമ്പോർട്ടൻറ്റ്. ഷി മസ്റ്റ് ബി സേഫ്. പ്ലീസ് ഡു ദ നീഡ്ഫുൾ. ടേക്ക് റെസ്റ്റ് വിദ്യ. ഒരുപാട് ആലോചിക്കണ്ട. ഓഫീസിൽ അല്പം ജോലിയുണ്ട്, ഞാൻ തീർത്തിട്ട് വരാം. ഓക്കെ? വേഗം വരണേ രാഹുൽ. ഐ വിൽ. ടേക്ക് റെസ്റ്റ്. അല്ല, പിള്ളേരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അമ്മയുടെ വീട്ടിലാക്കിയിട്ട് വന്നോ? കുട്ടികളെ നോക്കാനായിട്ട് എനിക്ക് അമ്മയില്ല. അമ്മയെന്ന് എന്നെ വിളിക്കാനായിട്ട് എനിക്ക് കുട്ടികളുമില്ല. അതെയോ? പിന്നെന്തിനാ കുട്ടികൾ വേണ്ടാന്ന് വെച്ചത്? അയ്യോ, എനിക്ക് കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഫർദറായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ട്. പ്ലാൻ ചെയ്യണമെന്നോ? ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ പിന്നെ കുട്ടികൾ എങ്ങനെയുണ്ടാകും? ഗർഭപാത്രം എടുത്തു കളഞ്ഞെന്നോ?
എനിക്ക് അബോഷനല്ലേ ചെയ്തത്? അപ്പൊ നിങ്ങൾക്കറിയില്ലേ, ഗർഭപാത്രം എടുത്തു മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവ് ഡിക്ലറേഷനിൽ സൈൻ ചെയ്തല്ലോ. ഓപ്പറേഷൻ ചെയ്ത് യൂട്രസ് എടുത്തു മാറ്റി. യൂട്രസ് എടുത്തു കളഞ്ഞെന്നോ? ആ ക്രൂരനെ കൊന്നതിന് ഒരു തെറ്റുമില്ല. അതിനുശേഷം നീ ഒരു മനുഷ്യനാണോടാ ദുഷ്ട? ഞാനൊരു അമ്മയാവാതിരിക്കാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? നീ അത് അറിഞ്ഞല്ലേ? അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാതെ അനാഥയായിട്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഭാഗ്യമാണ് എനിക്കില്ലാതാക്കിയത് നീ. വിദ്യ, കൂൾ. ഇപ്പൊ നീ അമ്മയാവുമ്പോ എന്താ കിട്ടുക? ഭംഗിയുള്ള വയറില് കുറച്ച് മാർക്കല്ലാതെ, മൊറോവർ പളുങ്ക് ശില്പം പോലുള്ള നിന്റെ ഫിഗർ കാറ്റുപോയ ബലൂൺ പോലെയാവും. വേൾഡിലെ ബെസ്റ്റ് പെയിന്റർ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമാണ് നിന്റേത്. ഫസ്റ്റ് ടൈം ഞാൻ ഫിക്സ് ചെയ്ത എന്റെ ഫ്രെയിമിൽ ഞാൻ കണ്ട നിന്റെ ഭംഗി ലൈഫ് ലോങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തെറ്റാണോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അമ്മയാവുന്നതാ. കുട്ടികൾ എന്നുള്ളത് എന്റെ ഡ്രീം ആയിരുന്നു. നിന്നെ ഡ്രീം ഗേൾ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ നീ അമ്മയാവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. വട്ടാണോ നിനക്ക്? ഷട്ട് അപ്പ്. നിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് കോടതി കയറ്റി ഞാൻ. ജീവിതകാലം മുഴുവൻ നിന്നെ ജയിലിൽ അടയ്ക്കും. നീ ജയിലടപ്പിക്കോ, മഹിളാ സമാജത്ത് കംപ്ലൈന്റ് ചെയ്യോ, കോർട്ടിൽ കൊണ്ടുപോകോ, ഡു വാട്ട് എവർ ഷിറ്റ് യു ക്യാൻ ഡു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് പോ. How dare you bloody rascal! എന്നെ ന്യൂഡായിട്ട് പോസ് ചെയ്യാൻ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്നോ? ഞാൻ നിന്റെ ഭർത്താവാണ്. യു ആർ മൈ പ്രോപ്പർട്ടി. നാണമില്ലേ നിനക്ക്? സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോ എടുക്കണം നിനക്ക്? എന്നെ കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും ഞാൻ അതിന് സമ്മതിക്കുന്നു കരുതിയോ? യു ഇഡിയറ്റ്! നീ ചെയ്യില്ല, എനിക്കറിയാം. എന്താ കുട്ടി ഷോട്ടിനിടയ്ക്ക് കയറി നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത് ഷൂട്ടിങ്ങാ. നിങ്ങളുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ വായിലെ ജീവനെ കൊല്ലാൻ നോക്കുകയാണോ? ഈ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ അറിയായിരുന്നു. താനും തന്റെ തൊപ്പിയും. എന്ത് പാടാ? എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഒരു അനാഥാശ്രമത്തിലാണ് ഞാൻ വളർന്നത്. ആ ആശ്രമത്തിന്റെ ഫൗണ്ടറാണ് സുന്ദരേശൻ സാർ. മഹാലക്ഷ്മി, ഒന്നിങ്ങി വന്നേ. എന്താ ചേച്ചി? നിന്റെ അമ്മ അകത്ത് നല്ല കറി ഉണ്ടാക്കാൻ തോന്നുന്നു. മണം ഇവിടെ വരെ വരുന്നുണ്ടല്ലോ. അമ്മയല്ല ഉണ്ടാക്കുന്ന, ഏതോ ഒരു അങ്കിളാ ഉണ്ടാക്കുന്ന. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബിരിയാണിയോ? അതേ മോളെ വിദ്യയെ, മറ്റുള്ളവർ കുറച്ച് കാശ് തന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറയും. പക്ഷെ ഇദ്ദേഹം ഉണ്ടല്ലോ, സ്വന്തം കൈകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, I'm Vidya. Nice to meet you. I love you. I love you. I love you. വാടാ. I love you. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വന്നപ്പോ മുതൽ ഞാൻ നോക്കുക. ഐ ലവ് യു എന്ന് ഹച്ച് ഡോഗിനെ പോലെ പുറകെ നടക്കാണല്ലോ. അല്ല, ആരാ നിങ്ങള്?
ഹലോ മാം, ദിസ് ഈസ് മിസ്റ്റർ രാഹുൽ, എ ഫേമസ് ആർട്ട് ഫിലിം മേക്കർ. ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡ് ആർട്ട് കമ്പനി മേക്കേഴ്സ് എല്ലാം ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ആഡിൽ അഭിനയിച്ചാൽ മതി, ടോപ്പ് മോഡൽ ആകാന്ന് കരുതി ഒരുപാട് മോഡൽസ് ഇദ്ദേഹത്തിന്റെ വിളിക്കായി കാത്തിരിക്കുക. അത്രയും വാല്യൂ ഉള്ള ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി. ദാറ്റ്സ് ഓക്കെ. സന്തോഷ്, വിദ്യ, എന്നെപ്പറ്റി ദാസ് പറഞ്ഞത് മാത്രമല്ല, ഞാൻ യൂഷ്വലി ഒരു ആഡ് ഫിലിം എടുത്താലും ഫോട്ടോ എടുത്താലും എന്നെക്കാളും നന്നായിട്ട് ആരും ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ വെച്ച ഫ്രെയിമിൽ നീ എൻട്രായി ആ ഫ്രെയിമിൽ 100 മടങ്ങ് ബ്യൂട്ടിയാണ് കൂടിയത്. ഇറ്റ്സ് $1 million ഷോട്ട്. അതുപോലെ തന്നെ നീ എൻ്റെ ലൈഫിൽ എൻട്രായ എൻ്റെ ജീവിതവും നല്ല മനോഹരമായി മാറും. സോ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടുതലൊന്നും ആലോചിക്കേണ്ട വിദ്യയെ, ഗോ ഹെഡ്.